മൈ ചാനൽ. അപ്പൊ ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഹാഫ് ക്ലച്ച് പിടിച്ചിട്ട് നമ്മൾ വണ്ടി എങ്ങനെ മൂവ് ചെയ്യുമെന്ന് ഉള്ള വീഡിയോ ആണ് ഞാനിപ്പോ ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഗിയർ ഇപ്പം ന്യൂട്രലാണുള്ളത്. അപ്പൊ നമുക്കൊന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ന്യൂട്രൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ക്ലച്ച് ചവിട്ടി കൊടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റിലേക്ക് ഇങ്ങനെ ഇടാം. അതിനുശേഷം നമുക്ക് എക്സിലേറ്ററിന് കാല് കൊടുക്കാം. എക്സിലേറ്ററിന് കാല് കൊടുക്കുമ്പോൾ ഈ ക്ലച്ച് പതിയെ പതിയെ പകുതിയിലോട്ട് കൊണ്ടുവരാം. ഇതിന്റെ സൗണ്ട് മാറ്റം വരും, ചെറിയൊരു സൗണ്ട് മാറ്റം വരും. നമ്മളെ കാറിന്റെ സൗണ്ട് മാറ്റം വരും. ആ സൗണ്ട് മാറ്റം വരുമ്പോൾ എക്സിലേറ്റർ കൂടുതൽ കൊടുക്കുക. അപ്പൊ വണ്ടി മൂവ് ആയിക്കോളും. ഇതുപോലെ ജസ്റ്റ് കാലം മെല്ലെ വിട്ടു കൊടുക്കുക. അപ്പൊ എക്സിലേറ്റർ പ്രസ് ചെയ്ത് കൊടുക്കുക. വണ്ടി മൂവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ക്ലച്ച് കൊടുക്കുക, ബ്രേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ ലെവലുള്ള സ്ഥലത്താണ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ലെവലുള്ള സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ വണ്ടി ജസ്റ്റ് പകുതിയിലേക്ക് കൊടുക്കുമ്പോൾ എക്സിലേറ്റർ ചെറുങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ നമ്മൾ ഒരു കുന്നിന്റെ പകുതിയിലോട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുമ്പോ ക്ലച്ച് പകുതിയിലോട്ട് വിട്ടതിന് ശേഷം എക്സിലേറ്റർ കുറച്ച് കൂടുതൽ കൊടുക്കുക. അപ്പോഴത്തേക്കിനും വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടി ബാക്കോട്ട് പോവാണ്ട് നമുക്ക് എക്സിലേറ്റർ നമ്മള് കുന്നിലേക്ക് ചെയ്യുമ്പോൾ ഓർമ്മ വേണം, എക്സിലേറ്റർ ഇച്ചിരി കൂടുതൽ കൊടുക്കുക. അപ്പൊ നമ്മളെ വണ്ടി ബാക്കോട്ട് പോവാതെ മുമ്പോട്ട് തന്നെ പോവും. ഇപ്പൊ ലെവലുള്ള സ്ഥലത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ എക്സിലേറ്റർ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ക്ലച്ച് വിടുന്നതേ ഉള്ളൂ. വണ്ടി ഇപ്പൊ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ലെവലുള്ള സ്ഥലത്ത് നമ്മൾ ക്ലച്ച് മാത്രം ജസ്റ്റ് വിട്ടെടുത്താൽ തന്നെ നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സാധാരണ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ഉള്ള വണ്ടിക്ക് നമ്മൾ ജസ്റ്റ് ക്ലച്ച് മാത്രം വിട്ടു കൊടുത്താൽ മതി. അതിന്റെ ഹൈഡ്ലിംഗ് കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ആൾക്കാർക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഹൈഡ്ലിംഗ് കുറച്ച് കൂട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ സ്വന്തം വണ്ടിക്ക് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഹൈഡ്ലിംഗ് സാധാരണ രീതിയിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓടിക്കുമ്പോൾ ലെവല് സ്ഥലത്ത് നമ്മൾ ക്ലച്ച് മാത്രം വിട്ട് കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ട് പോകും. പക്ഷെ ഇത് സാധാരണ കുറച്ച് കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സിലേറ്റർ കൊടുക്കേണ്ടി വരും. എന്നാൽ തന്നെ മുമ്പോട്ട് പോവുള്ളൂ. അപ്പോൾ ഇതൊന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.